നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ കാണുന്ന ഈ BJP സംഘം ഒരു 2-2 അപ്പോൾ എൻ്റെ ഒരു അങ്ങനെയല്ല. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. സംഘകുടുംബത്തിലെ ഒരംഗമാണ് BJP. അതായത് സംഘകുടുംബത്തിൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന അംഗമാണ്, മെമ്പറാണ് BJP. CPM ഒക്കെ ചില സമയങ്ങളിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സംഘപരിവാർ എന്ന് പറയും. അപ്പം ഞാൻ ആലോചിക്കുന്നത് BJP അല്ലേ? BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സംഘപരിവാർ ഒരു സാമൂഹിക സംഘടനയുമാണ്. അങ്ങനെയല്ല. RSS എന്ന് പറയുന്നതാണ് മാതൃസംഘടന. RSSൽ നിന്ന് വിവിധ കാലങ്ങളിലായിട്ട് വിവിധ ആവശ്യങ്ങൾ നിമിത്തം ഉണ്ടായി വന്നതാണ് മറ്റു സംഘടനകൾ. അതായത് ഇപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് ഈ സംഘപരിവാർ. RSSന് നേരിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തനമില്ല. RSS രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതായത് രാഷ്ട്രമാണ് മുഖ്യം. അവിടെ വ്യക്തിയില്ല, കുടുംബമില്ല, ഒന്നുമില്ല. രാഷ്ട്രമാണ് പരമപ്രധാനം. വ്യക്തികൾ ചേർന്ന് കുടുംബം ഉണ്ടാകുന്നു, കുടുംബങ്ങൾ ചേർന്ന് സമൂഹം ഉണ്ടാകുന്നു, സമൂഹം ആണ് രാഷ്ട്രമായി മാറുന്നത്. അപ്പോൾ അതിൽ ഈ വ്യക്തിയിൽ ശുദ്ധി ഉണ്ടാക്കുക, വ്യക്തിയിൽ പരിവർത്തനം വരുത്തുക, വ്യക്തിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, വ്യക്തിയെ രാഷ്ട്രത്തിന് എന്താ പറയുക അഭിമുഖമായി വളർത്തിയെടുക്കുക, വ്യക്തിയുടെ എല്ലാ ക്വാളിറ്റിയും രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ആയി തീരണം. ഇങ്ങനെ ഒരു ആശയമാണ് RSSൻ്റെത്. അതൊരു പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ ആ RSS വിവിധ കാലങ്ങളിലായിട്ട് വിവിധ ആവശ്യങ്ങൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ വിവിധ ആവശ്യങ്ങൾ വരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ RSS ഒരു മതസംഘടനയല്ല, പക്ഷേ ഹിന്ദുത്വമാണ് അതിൻ്റെ അടിത്തറ. ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് സാംസ്കാരിക ദേശീയതയാണ്, സാംസ്കാരിക ഹിന്ദുത്വമാണ്, സാംസ്കാരിക ധാർമ്മികതയാണ്. അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ അങ്ങനെയുള്ള RSSന് ഇപ്പോൾ മതപരിവർത്തനം നടക്കുന്നു. അപ്പോൾ വേറെ മതങ്ങളിലേക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്നു, പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് തടയണമെങ്കിൽ RSS നേരിട്ട് പോയി അവിടെ ചെന്ന് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അവരുടെ ചട്ടക്കൂട് അകത്ത് നിന്നേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അതിൻ്റെ അതുപോലെ ഇപ്പോൾ ഈ ഹിന്ദുത്വം അടിത്തറയാക്കിയിരിക്കുന്ന ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾ, അവർക്ക് അവരുടെ ആത്മീയ ആ ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവിടെ ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടി വരുന്നു. അപ്പോൾ അവിടെ RSSന് നേരിട്ട് പോയി ചെയ്യാൻ സാധ്യമല്ല, കാര്യം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതിലേക്ക് RSSൻ്റെ പ്രചാരകന്മാരെ കൊടുത്തു. ദേശീയ തലം തൊട്ട് സംസ്ഥാന തലത്തിലും അതിന് താഴെയും വരെ RSSൻ്റെ RSS വാർത്തെടുത്ത RSSൻ്റെ ജോലി വ്യക്തി നിർമ്മാണമാണ്. ഒരു വ്യക്തിയെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രത്തിന് ഉപകാരമുള്ളവനാക്കി വളർത്തിയെടുക്കുക, ആണായാലും പെണ്ണായാലും. അതാണ് RSSൻ്റെ ലക്ഷ്യം, അതാണ്. അപ്പോൾ അവിടെ RSS അങ്ങനെ വളർത്തിയെടുത്ത ആൾക്കാരെ അവിടെ പോയി പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കും. അതുപോലെ രാഷ്ട്രീയത്തിൽ RSS നേരിട്ട് ഇടപെടുന്നില്ല. RSSന് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഒരു കച്ചവടവും ഇല്ല, ഒരു ബന്ധവും ഇല്ല, ഒന്നുമില്ല. അവിടെ RSS രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അപ്പോൾ BJPക്ക് RSS ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറിയെ കൊടുക്കും, ദേശീയ തലത്തിൽ കൊടുക്കും, സംസ്ഥാന തലത്തിൽ കൊടുക്കും, അതിന് താഴോട്ടും കൊടുക്കും. അപ്പോൾ അവർ ഈ പ്രചാരകന്മാർ അവിടെ BJPയുടെ ഭാഗമായി വന്ന് പ്രവർത്തിച്ച് അങ്ങനെ പോകുന്നു. ഇതാണ്. അപ്പോൾ സംഘപരിവാർ എന്ന് പറയുന്നത് RSS തൊട്ട് RSSൽ നിന്ന് തുടങ്ങി താഴോട്ട് അസംഖ്യം സംഘടനകളുണ്ട്. RSS രൂപീകരിച്ച വിശ്വ ഹിന്ദു പരിഷത്ത്, ഈ പറഞ്ഞതുപോലെ BMS, അതുപോലെ BJP, ഇങ്ങനെ ഒരുപാട് സംഘടന, ബാലഗോകുലത്തിന് ശേഷവും സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. അതിരിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് അണ്ണാമല. ഞാനതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിച്ചാണ്. കാരണം നമ്മുടെ ഈ കണ്ണൂരിലെ വിഷയത്തിൽ നിന്ന് അതെ മാറിപ്പോയി. പക്ഷെ കണ്ണൂരിലെ മാഷുമാരൊക്കെ പറയുന്നത് സംഘപരിവാർ എനിക്കൊന്ന് അവർക്ക് കടുകട്ടിയായ വാക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. ഈ മൊത്തത്തിലൊരു തെറ്റിദ്ധാരണ, കമ്മികൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ട് BJP പറയുമ്പോൾ രാഷ്ട്രീയ കക്ഷി BJP പറയുക, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വർഗീയമായി പറഞ്ഞെങ്കിൽ RSSനെ പറയാം. അല്ല, RSS ഒരു വർഗീയ സംഘടനയല്ല. അവരുദ്ദേശിക്കുന്നത് ഒന്നുകിൽ BJP അല്ലെങ്കിൽ RSS. ഇവർ മൊത്തത്തിൽ പറഞ്ഞത് സംഘപരിവാർ.